മധുരയിലെ ശക്തനും ക്രൂരനുമായ കംസന്റെ സഹോദരിയായിരുന്നു ദേവകി. സദാചാരത്തിന് പേരുകേട്ട യാദവ കുലത്തിലെ ഒരു കുലീനനായിരുന്നു വാസുദേവൻ. പ്രദേശത്തെ രണ്ട് പ്രമുഖ കുടുംബങ്ങളെ ഒന്നിപ്പിച്ചതിനാൽ അവരുടെ വിവാഹം വളരെ ഗംഭീരമായി ആഘോഷിച്ചു. എന്നിരുന്നാലും അവരുടെ സന്തോഷം ഹ്രസ്വകാലമായിരുന്നു. അവരുടെ വിവാഹ ഘോഷയാത്രയ്ക്കിടെ ഒരു ദിവ്യശബ്ദം അല്ലെങ്കിൽ ഒരു അശരീരി ഉണ്ടായി. ദേവകിക്ക് ജനിക്കുന്ന 8ാമത്തെ പുത്രൻ കംസന്റെ മരണത്തിന് കാരണമാകുമെന്ന് ഈ അശരീരി പ്രവചിച്ചു. ഈ വെളിപ്പെടുത്തൽ കംസനെ ഭയപ്പെടുത്തി. ഭയത്തിലും അഹങ്കാരത്തിലും സ്വന്തം സഹോദരിയെ സംഭവ സ്ഥലത്ത് വെച്ച് കൊല്ലാൻ വാളെടുത്തു. എന്നാൽ ജ്ഞാനിയും നയതന്ത്രജ്ഞനുമായ വാസുദേവൻ ഇടപെട്ടു. പ്രവചനം യാഥാർത്ഥ്യമാകില്ലെന്ന് ഉറപ്പാക്കാൻ അവരുടെ ഓരോ കുട്ടിയെയും കംസന് സമർപ്പിക്കാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തുകൊണ്ട് കംസനോട് അപേക്ഷിച്ചു. മനസ്സില്ലാ മനസ്സോടെ കംസൻ ദേവകിയുടെ ജീവൻ രക്ഷിച്ചു. പക്ഷെ അവളെയും വാസുദേവനെയും നിരന്തരമായ നിരീക്ഷണത്തിൽ നിർത്താൻ ഒരു തടവറയിലാക്കി. കാലക്രമേണ ദേവകി 6 കുട്ടികൾക്ക് ജന്മം നൽകി. അവയിൽ ഓരോന്നും കംസനെ ഏൽപ്പിച്ചു. തൻ്റെ ക്രൂരമായ സ്വഭാവം അനുസരിച്ച് പ്രവചനത്തിൻ്റെ നിവൃത്തിയെ ഭയന്ന് കംസൻ നിഷ്കരുണം അവരെ കൊന്നു. മക്കളെ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം ദേവകിയെയും വാസുദേവനെയും ആഴത്തിൽ ബാധിച്ചു. പക്ഷേ അവർ തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ദൈവിക ഇടപെടലിനായി പ്രാർത്ഥിച്ചു. ദേവകി തൻ്റെ 7ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. ദിവ്യമായ ഭ്രൂണം ദേവകിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒളിവിലായിരുന്ന വാസുദേവൻ്റെ മറ്റൊരു ഭാര്യയായ രോഹിണിയിലേക്ക് മാറ്റപ്പെട്ടു. ബലരാമൻ എന്നു പേരിട്ട ഈ കുട്ടി അങ്ങനെ കംസന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ദേവകി തൻ്റെ 8ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചപ്പോൾ അന്തരീക്ഷം കാത്തിരിപ്പും പിരിമുറുക്കവും കൊണ്ട് കനത്തു. കൃഷ്ണന്റെ ജന്മരാത്രിയിൽ കാരാഗ്രഹം ഒരു ദിവ്യപ്രകാശത്താൽ നിറഞ്ഞു. വാസുദേവനെ ബന്ധിച്ചിരുന്ന ചങ്ങലകൾ അത്ഭുതകരമായി അഴിഞ്ഞു വീണു. തിന്മയെ നശിപ്പിക്കാനും ധർമ്മം പുനഃസ്ഥാപിക്കാനും ഭൂമിയിലെത്തിയ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ കൃഷ്ണനെ ദേവകി പ്രസവിച്ചു. ദൈവിക നിർദ്ദേശങ്ങൾ അനുസരിച്ച് നവജാതനായ കൃഷ്ണനെ വാസുദേവൻ യമുനാ നദിക്ക് കുറുകെ ഗോകുലം ഗ്രാമത്തിലേക്ക് വഹിച്ചു. കുഞ്ഞിനെ പശുപാലക ദമ്പതികളായ നന്ദയുടെയും യശോദയുടെയും സംരക്ഷണത്തിൽ ഏൽപ്പിച്ച് അവരുടെ കുഞ്ഞുമകൾ യോഗമായയുമായി അദ്ദേഹം ജയിലിലേക്ക് മടങ്ങി. കംസൻ കുഞ്ഞിനെ കൊല്ലാൻ വന്നപ്പോൾ അവൾ ഒരു സ്വർഗീയ രൂപമായി രൂപാന്തരപ്പെടുകയും 8ാമത്തെ കുട്ടി ഇതിനകം രക്ഷപ്പെട്ടുവെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ കുട്ടി കംസന്റെ ജീവൻ എടുക്കുമെന്നും യോഗമായ പറയുകയുണ്ടായി. ചെറുപ്പം മുതലേ തൻ്റെ ദൈവീകത പ്രകടമാക്കിയ കുട്ടിയായിരുന്നു കൃഷ്ണൻ. കൃഷ്ണന്റെ ദൈവീകത ഗോകുലത്തിലെ സകല വ്യക്തികളെയും കൃഷ്ണനിലേക്ക് ആകർഷിച്ചിരുന്നു. കൃഷ്ണന്റെ ചെറുപ്പകാലത്തെ പ്രധാന സംഭവങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തേത് പൂതനയെ കൊല്ലുന്നതാണ്. കൃഷ്ണൻ ഗോകുലത്തിൽ എത്തിയുടൻ കംസൻ അയച്ച പൂതന എന്ന അസുരൻ സുന്ദരിയായ സ്ത്രീയുടെ വേഷം ധരിച്ച് ശിശുവായ കൃഷ്ണന് മുലയൂട്ടി വിഷം കൊടുക്കാൻ ശ്രമിച്ചു. എന്നിരുന്നാലും കൃഷ്ണൻ അവളുടെ ജീവശക്തി വലിച്ചെടുത്തു. അവളെ കൊന്നു. ഈ സംഭവം ഒരു നവജാത ശിശുവായിരിക്കുമ്പോഴും കൃഷ്ണന്റെ ദൈവിക ശക്തി വെളിപ്പെടുത്തി. ശിശുവായിരിക്കുമ്പോൾ കൃഷ്ണനെ ഒരു വണ്ടിയുടെ കീഴിലാക്കി വണ്ടിയിൽ ഒളിപ്പിച്ചിരുന്ന ഷഡകാസുരൻ എന്ന അസുരൻ കൃഷ്ണനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. എന്നാൽ കുഞ്ഞു കൃഷ്ണൻ വണ്ടിയെ ചവിട്ടുകയും അതിനെ നശിപ്പിക്കുകയും അസുരനെ കൊല്ലുകയും ചെയ്തു. ഈ കഥ അവൻ്റെ ദൈവിക ശക്തിയെ കൂടുതൽ പ്രകടമാക്കി. ഒരു വലിയ ചുഴലിക്കാറ്റിൻ്റെ രൂപമെടുത്തു വന്ന തൃണവർത്തൻ എന്ന അസുരൻ കൃഷ്ണനെ തട്ടിക്കൊണ്ടുപോയി. ഗോകുലത്തിലെ ഗ്രാമവാസികളെ വിസ്മയിപ്പിച്ചുകൊണ്ട് തൃണാവർത്തൻ വീണു മരിച്ചു. ഇതെല്ലാം കാണിക്കുന്നത് കൃഷ്ണൻ ചെറുപ്പത്തിൽ തന്നെ ദൈവിക ശക്തി ഉള്ള കുട്ടിയായിരുന്നു എന്നാണ്. ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ കൃഷ്ണൻ ഗോപികമാരിൽ നിന്ന് വെണ്ണ മോഷ്ടിക്കുന്നതിൽ പ്രശസ്തനായി. അവൻ്റെ കളിയായ കുസൃതിയും നിഷ്കളങ്കമായ മനോഹാരിതയും അദ്ദേഹത്തിന് വെണ്ണക്കള്ളൻ എന്ന വിളിപ്പേര് നേടിക്കൊടുത്തു. അവനുണ്ടാക്കിയ കുഴപ്പങ്ങൾക്കിടയിലും എല്ലാവരും അവനെ ആരാധിച്ചു. ബകാസുരനെ വധിക്കുന്നു. കൃഷ്ണൻ തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം പശുക്കളെ പരിപാലിക്കുന്നതിനിടയിൽ ഒരു ഭീമൻ ക്രെയിൻ രൂപത്തിലുള്ള അസുരനായ ബരകാസുരനെ കണ്ടുമുട്ടി. ബരകാസുരൻ കൃഷ്ണനെ വിഴുങ്ങാൻ ശ്രമിച്ചു. പക്ഷേ അവൻ ബരകാസുരൻ്റെ കൊക്ക് കയറി അവനെ കൊല്ലുകയും സുഹൃത്തുക്കളെ രക്ഷിക്കുകയും ചെയ്തു. ഇനി അടുത്തത് അകാസുരൻ എന്ന പാമ്പ് രാക്ഷസനെ മറികടക്കുന്നതാണ്. കൃഷ്ണനെ സുഹൃത്തുക്കളെയും വിഴുങ്ങാൻ ഭീമാകാരമായ പാമ്പിൻ്റെ രൂപമെടുത്ത് അകാസുരൻ എന്ന അസുരൻ അവരെ വശീകരിച്ചു. കൃഷ്ണൻ പാമ്പിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച് സ്വയം വികസിച്ച് പാമ്പ് പൊട്ടിത്തെറിക്കുകയും മരിക്കുകയും ചെയ്തു. കൂടെയുള്ളവരെ രക്ഷിച്ചു. അടുത്തത് കാളിയ എന്ന് പറയുന്ന സർപ്പം യമുനാ നദിയിലുടനീളം വിഷം കലർത്തി. കൃഷ്ണൻ നദിയിൽ മുങ്ങി കാളിയോട് യുദ്ധം ചെയ്തു. അവൻ്റെ കീഴടങ്ങൾ ഒന്നിലധികം തലകളിൽ നൃത്തം ചെയ്തു. അതായത് കാളിയെ തോൽപ്പിക്കുകയും അവൻ്റെ തലകളിൽ നൃത്തം ചെയ്യുകയും ചെയ്തു. അങ്ങനെ നദിയുടെ ശുദ്ധി കാളിയവൻ്റെ ജീവൻ രക്ഷിച്ച് നദിയുടെ ശുദ്ധി പുനഃസ്ഥാപിച്ചു. അങ്ങനെ നദി വിട്ടുപോകാൻ കാളിയനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ സമയം കൃഷ്ണൻ പറയുകയുണ്ടായി, നിന്റെ വിഷമൊക്കെ ഞാൻ നശിപ്പിച്ചു,
പക്ഷേങ്കിൽ നിന്നെ ഒരിക്കലും ഗരുഡന്മാർ ആക്രമിക്കുകയില്ല. എൻ്റെ കാൽപ്പാദം നിന്നെ സംരക്ഷിച്ചുകൊള്ളുമെന്ന് കാലിയനോട് പറയുകയുണ്ടായി. വൃന്ദാവൻ ഗ്രാമത്തിൽ ഗോപാലകരും ഗ്രാമവാസികളും മഹത്തായ ചടങ്ങുകൾ നടത്തുകയും ഇന്ദ്രനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വാർഷിക പാരമ്പര്യമായിരുന്നു. കൃഷിക്കും കന്നുകാലി മേയ്ക്കലിനും അത്യാവശ്യമായ മഴയെ ഇന്ദ്രൻ നിയന്ത്രിച്ചുവെന്ന് അവർ വിശ്വസിച്ചു. അവനെ പ്രീതിപ്പെടുത്താൻ അവർ വിപുലമായ വഴിപാടുകൾ നടത്തുകയും ഐശ്വര്യത്തിനായി അവൻ്റെ അനുഗ്രഹം തേടുകയും ചെയ്തു. എന്നിരുന്നാലും കൃതജ്ഞതയോ വിശ്വാസമോ എന്നതിലുപരി ഭയം നിമിത്തം ഗ്രാമവാസികൾ ഇന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി യുവകൃഷ്ണൻ കണ്ടു. ഗോവർദ്ധൻ കുന്നും വനങ്ങളും ഭൂമിയും അവർക്ക് നേരിട്ട് ഉപജീവനം നൽകിയപ്പോൾ അവർ എന്തിനാണ് ഇന്ദ്രനെ ആരാധിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. ഇന്ദ്രനെ ആരാധിക്കുന്നത് നിർത്താനും പകരം അവരുടെ കന്നുകാലികളെ പോഷിപ്പിക്കുകയും അവരുടെ ഉപജീവനത്തെ പിന്തുണയ്ക്കുകയും ചെയ്ത ഗോവർദ്ധൻ കുന്നിനെ ബഹുമാനിക്കാൻ കൃഷ്ണ ഗ്രാമീണരെ പ്രോത്സാഹിപ്പിച്ചു. കൃഷ്ണന്റെ വാക്കുകളിൽ പ്രേരിതരായ ഗ്രാമവാസികൾ അവരുടെ ഭക്തി തിരിച്ചുവിടുകയും ഗോവർദ്ധൻ കുന്നിനെ ആരാധിക്കുന്നതിനായി ഒരു വലിയ ആഘോഷം സംഘടിപ്പിക്കുകയും ചെയ്തു. അവർ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തി ഭക്ഷണം വാഗ്ദാനം ചെയ്തു. തങ്ങളെ നിലനിർത്തിയ പ്രകൃതിദത്ത ഘടകങ്ങളോട് നന്ദി പ്രകടിപ്പിച്ചു. ശ്രദ്ധയിൽപ്പെട്ട ഈ മാറ്റം ഇന്ദ്രനെ ചൊടിപ്പിച്ചു. അദ്ദേഹത്തിന് അപമാനവും അനാദരവും തോന്നി. അഹങ്കാരത്താൽ കീഴടങ്ങി. തൻ്റെ ആരാധന ഉപേക്ഷിച്ചതിന് ഗ്രാമവാസികളെ ശിക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. തൻ്റെ ക്രോധത്തിൽ ഇന്ദ്രൻ വൃന്ദാവനത്തിൽ ഇടതടവില്ലാതെ പേമാരിയും ഇടിമിന്നലും അഴിച്ചുവിട്ടു. ചാറ്റൽ മഴ വളരെ ശക്തമായിരുന്നു. അത് ഗ്രാമത്തിൽ വെള്ളപ്പൊക്കമുണ്ടാക്കുകയും ജനങ്ങളുടെയും മൃഗങ്ങളുടെയും ജീവിതം നശിപ്പിക്കുകയും ചെയ്തു. ഭയചകിതരും നിസ്സഹരുമായ ഗ്രാമീണർ കൃഷ്ണന്റെ മാർഗനിർദ്ദേശം ദൈവിക ഇടപെടലും തേടി സംരക്ഷണത്തിനായി കൃഷ്ണനെ സമീപിച്ചു. മറുപടിയായി കൃഷ്ണൻ ഗ്രാമവാസികളെ ആശ്വസിപ്പിക്കുകയും അസാധാരണമായ ഒരു അത്ഭുതം ചെയ്യുകയും ചെയ്തു. തൻ്റെ ദിവ്യബലത്താൽ അദ്ദേഹം ഒരു കൈകൊണ്ട് ഗോവർദ്ധൻ കുന്നിനെ മുഴുവൻ കുട പോലെ അനായാസം ഉയർത്തി. കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം ഗ്രാമവാസികളെ അവരുടെ കന്നുകാലികളെയും കുന്നിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കാൻ ക്ഷണിച്ചു. 7 രാവും 7 പകലും കൃഷ്ണൻ ഗോവർദ്ധൻ കുന്നിനെ ഉയർത്തിപ്പിടിച്ച് അചഞ്ചലനായി നിന്നു. ഗ്രാമവാസികൾ അവൻ്റെ ദൈവിക ശക്തിയിലും സംരക്ഷണത്തിലും അത്ഭുതപ്പെട്ടു. കൃഷ്ണൻ്റെ ഈ നേട്ടം കണ്ട് ഇന്ദ്രൻ വൃന്ദാവനത്തിലെ ബാലൻ സാധാരണ മനുഷ്യനല്ലെന്നും മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് മനസ്സിലാക്കാനും തുടങ്ങി. കൃഷ്ണൻ ദിവ്യശക്തിയും സ്വന്തം അഹങ്കാരത്തിലും വിനയാതീതനായ ഇന്ദ്രൻ കൊടുങ്കാറ്റ് തടഞ്ഞ് കൃഷ്ണനോട് പാപമോചനം തേടാനിറങ്ങി. കൃഷ്ണന്റെ മഹത്വം അംഗീകരിക്കുകയും യഥാർത്ഥ ഭക്തി അഹംഭാവത്തിലും അഹങ്കാരത്തിന് പകരം വിനയത്തിലും സേവനത്തിലും വേരൂന്നിയതാണെന്നും അദ്ദേഹം മനസ്സിലാക്കി. എന്നും കരുണയുള്ള കൃഷ്ണൻ ഇന്ദ്രനോട് ക്ഷമിക്കുകയും വൃന്ദാവനത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. കൃഷ്ണനെ തങ്ങളുടെ രക്ഷകനും സംരക്ഷണനുമായി ആഘോഷിക്കുന്ന ഗ്രാമവാസികൾ സന്തോഷിച്ചു. കൃഷ്ണൻ ഗോകുലത്തിലും പിന്നീട് വൃന്ദാവനത്തിലും വളർന്നു. അത്ഭുതകരമായ പ്രവൃത്തികൾ ചെയ്തു. ഗ്രാമീണരെ സംരക്ഷിച്ചു. ഒടുവിൽ കംസന്റെ ഭീകര ഭരണം അവസാനിപ്പിക്കാനുള്ള തൻ്റെ വിധിയെക്കുറിച്ച് മനസ്സിലാക്കിയ കൃഷ്ണൻ അവനെ നേരിടാൻ മധുരയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണനും ജ്യേഷ്ഠൻ ബലരാമനും മധുര സന്ദർശിക്കാൻ വൃന്ദാവനം വിട്ടു. ഒരു ഗുസ്തി മത്സരം സംഘടിപ്പിക്കാനെന്ന വ്യാജേന കംസൻ അവരെ ക്ഷണിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ അവരെ കൊല്ലാൻ അവൻ പദ്ധതിയിട്ടു. തളരാതെ കൃഷ്ണനും ബലരാമനും വെല്ലുവിളി സ്വീകരിച്ചു. മധുരയിലെത്തിയപ്പോൾ കൃഷ്ണനും ബലരാമനും തങ്ങളുടെ പ്രവേശനം തടയാൻ കവാടത്തിൽ നിലയുറപ്പിച്ച കംസന്റെ രാജകീയ ആനയായ കുവലപ്പീഡയെ പരാജയപ്പെടുത്തി അവരുടെ സാന്നിധ്യം അറിയിച്ചു. 2 സഹോദരന്മാരും ഗുസ്തി രംഗത്തേക്ക് പ്രവേശിച്ചു. അവിടെ കംസൻ അവരോട് യുദ്ധം ചെയ്യാൻ ശക്തരായ ഗുസ്തിക്കാരെ ക്രമീകരിച്ചിരുന്നു. കൃഷ്ണൻ ശക്തനായ ഗുസ്തിക്കാരനായ ചാനുരയെ നേരിട്ടപ്പോൾ ബലരാമൻ മുഷ്ടികയെ നേരിട്ടു. ചെറുപ്പമായിരുന്നിട്ടും കൃഷ്ണനും ബലരാമനും അസാമാന്യമായ ശക്തിയും ചടുലതയും പ്രകടിപ്പിച്ചു. എതിരാളികളെ അനായാസം പരാജയപ്പെടുത്തി. തുടക്കത്തിൽ സംശയം തോന്നിയ ജനക്കൂട്ടം ആശ്ചര്യപ്പെടുകയും സഹോദരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. സംഭവങ്ങളുടെ വഴിത്തിരിവിൽ രോക്ഷാകുലനായ കംസൻ തൻ്റെ കാവൽക്കാരോട് കൃഷ്ണനെയും ബലരാമനെയും ആക്രമിക്കാൻ ഉത്തരവിട്ടു. എന്നിരുന്നാലും കൃഷ്ണൻ രാജകീയ വേദിയിൽ ചാടി കംസനെ നേരിട്ടു. വേഗമേറിയതും നിർണായകവുമായ ഒരു യുദ്ധത്തിൽ കൃഷ്ണൻ കംസനെ കീഴടക്കുകയും അവനെ വധിക്കുകയും ചെയ്തു. മുൻകൂട്ടി പറഞ്ഞ പ്രവചനം നിറവേറ്റി. കംസൻ പരാജയപ്പെട്ടതോടെ മധുര അവൻ്റെ സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് മോചിതമായി. കൃഷ്ണൻ തൻ്റെ മാതാപിതാക്കളായ ദേവകിയെയും വസുദേവരെയും ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. കൃഷ്ണൻ ഉഗ്രസേനനെ ശരിയായ രാജാവായി പുനഃസ്ഥാപിക്കുകയും മധുരയിൽ സമാധാനവും സമൃദ്ധിയും പുനഃസ്ഥാപിക്കുകയും ചെയ്തു. കൃഷ്ണൻ കംസനെ വധിക്കുകയും ഉഗ്രസേന രാജാവിനെ മധുരയുടെ സിംഹാസനത്തിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്ത ശേഷം മഗധ രാജാവും കംസന്റെ അമ്മായിയപ്പനുമായ ജരാസന്ധനിൽ നിന്ന് രാജ്യം നിരന്തരം ഭീഷണി നേരിട്ടു. കംസന്റെ മരണത്തിൽ രോക്ഷാകുലനായ ജരാസന്ധൻ പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും വൻ സൈന്യങ്ങളുമായി മധുരയിൽ ആവർത്തിച്ച് ആക്രമണം നടത്തുകയും ചെയ്തു. ഈ ആക്രമണങ്ങൾ തുടർന്നാൽ യാദവ രാജ്യത്തിന് വലിയ നഷ്ടം നേരിടേണ്ടി വരുമെന്ന് കൃഷ്ണൻ തൻ്റെ ദിവ്യശക്തി ഉണ്ടായിരുന്നിട്ടും മനസ്സിലാക്കി. അനാവശ്യമായ രക്തച്ചൊരിച്ചിൽ തടയുന്നതിനും തൻ്റെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുമായി കൃഷ്ണൻ യാദവ വംശത്തെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുന്നതിനുള്ള തന്ത്രപരമായ പദ്ധതി ആവിഷ്കരിച്ചു.
കൃഷ്ണൻ ദൈവിക ഇടപെടലുകളുടെ സഹായത്തോടെ അറബിക്കടലിനോട് ചേർന്നുള്ള ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരമാണ് പുതിയ വാസസ്ഥലത്തിനായി തെരഞ്ഞെടുത്തത്. തൻ്റെ അധികാരം ഉപയോഗിച്ച് ഇന്നത്തെ ഗുജറാത്ത് തീരത്ത് ഒരു ദ്വീപിൽ കോട്ടയുള്ള നഗരം പണിയാൻ അദ്ദേഹം ആകാശ വാസ്തുശില്പിയായ വിശ്വകർമ്മയെ വിളിച്ചു വരുത്തി. ദ്വാരക എന്ന് പേരിട്ടിരിക്കുന്ന ഈ നഗരം തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്നതും കടലിനാൽ ചുറ്റപ്പെട്ടതും അധിനിവേശങ്ങളിൽ നിന്ന് പ്രകൃതി സംരക്ഷണം നൽകുന്നതുമാണ്. ദ്വാരക നഗരത്തെ സുവർണ കൊട്ടാരങ്ങളും വിശാലമായ തെരുവുകളും ചടുലമായ ചന്ത സ്ഥലങ്ങളുമുള്ള ഗംഭീരവും ഉറപ്പുള്ള ഒരു രാജ്യവുമായി വിശേഷിപ്പിക്കപ്പെട്ടു. അത് സമൃദ്ധിയുടെയും സുരക്ഷിതത്വത്തിൻ്റെയും ദൈവിക ആസൂത്രണത്തിൻ്റെയും പ്രതീകമായി മാറി. കൃഷ്ണൻ തൻ്റെ ജ്യേഷ്ഠൻ ബലരാമനോടൊപ്പം മധുരയിൽ നിന്ന് ദ്വാരകയിലേക്ക് യാദവ വംശത്തിൻ്റെ സുരക്ഷിതമായ കുടിയേറ്റം സംഘടിപ്പിച്ചു. ജനങ്ങളുടെയും കന്നുകാലികളുടെയും വിഭവങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ഈ നീക്കം വേഗത്തിലും കാര്യക്ഷമമായും നടത്തി. സുരക്ഷിതവും അഭിവൃദ്ധി പ്രാപിക്കുന്നതുമായ ഒരു മാതൃരാജ്യമുള്ള യാദവർക്ക് ഇതൊരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കമായി. ജരാസന്ധനുമായുള്ള ദീർഘകാല സംഘർഷം ഒഴിവാക്കാനുള്ള കൃഷ്ണന്റെ തീരുമാനം അവൻ്റെ ജ്ഞാനവും വലിയ നന്മയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. അനന്തമായ യുദ്ധങ്ങളിൽ ഏർപ്പെടുന്നതിന് പകരം കൃഷ്ണൻ തൻ്റെ ജനങ്ങളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകി. ധർമ്മത്തിൻ്റെ ഏറ്റവും മികച്ച താല്പര്യത്തിൽ എപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു സംരക്ഷകനും ഒരു ദൈവിക നേതാവും എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പങ്ക് പ്രവർത്തനങ്ങളിൽ ഉദാഹരിച്ചു. ഇനി നോക്കുന്നത് കൃഷ്ണൻ്റെ മഹാഭാരതത്തിലേക്കുള്ള പ്രവേശനമാണ്. കൃഷ്ണൻ മഹാഭാരതത്തിലേക്ക് പ്രവേശിക്കുന്നത് അർജുനൻ കൃഷ്ണൻ്റെ സഹോദരിയായ സുഭദ്രയ്ക്കൊപ്പം ദ്വാരകയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആ സമയം കാളിയവൻ എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ യാത്രയെ തടസ്സപ്പെടുത്തുകയും സുഭദ്രയെ ഒരു വെള്ളച്ചാട്ടത്തിലോട്ട് തള്ളിയിടുകയും ചെയ്തു. സുഭദ്രയെ രക്ഷിക്കാൻ വേണ്ടി അർജുനും ആ വെള്ളച്ചാട്ടത്തിലോട്ട് എടുത്തിയാടും. അപ്പോൾ കൃഷ്ണൻ വന്ന് അവരെ രക്ഷിക്കും. അതിനുശേഷം കാളിയവനെ തോൽപ്പിക്കാൻ കൃഷ്ണൻ പദ്ധതി മെനയും. അതായത് ആയുധങ്ങൾ കൊണ്ട് കാളിയവനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. കാളിയവന് വധം നടക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു മുനിയുടെ യോഗാഗ്നിയിൽ മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ കൃഷ്ണൻ കാളിയവനെ വെല്ലുവിളിക്കുന്നു, എന്നിട്ട് ഓടിപ്പോവുകയാണ്. അപ്പോൾ കാളിയവൻ കൃഷ്ണൻ്റെ പുറകെ പോവുകയും ഒരു ഗുഹയിൽ പ്രവേശിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ മുജുകുന്ദൻ എന്ന് പറയുന്ന ഒരു സന്യാസി ഉണ്ടായിരുന്നു. ആ സന്യാസി അവിടെ കിടന്നുറങ്ങുമായിരുന്നു. കൃഷ്ണൻ ആ സന്യാസിയുടെ അടുത്ത് എന്നിട്ട് അപ്രത്യക്ഷമാകും, അതായത് മാറി ഒളിച്ചു നിൽക്കുകയാണ്. ഈ സമയം കാളിയവൻ കടന്നു വരികയും മുജുകുന്ദൻ എന്ന് പറയുന്ന സന്യാസിയെ ചവിട്ടുകയും കൃഷ്ണനാണെന്ന് കരുതി ചവിട്ടുകയും ചെയ്യും. ആ സമയം ആ സന്യാസി കണ്ണു തുറക്കുകയും ആ അഗ്നിയിൽ കാളിയവൻ മരിക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കൃഷ്ണൻ മഹാഭാരതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതിനുശേഷം കൃഷ്ണനും അർജുനും ദ്വാരകയിലെത്തുകയാണ്. ദ്വാരകയിലെത്തിയ ഉടനെ കൃഷ്ണൻ അർജുനെയും കൂട്ടിയിട്ട് വിദർഭ ദേശത്തേക്ക് പോകും. വിദർഭ നടേശൻ്റെ പുത്രനായിട്ടുള്ള രുക്മിണിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ആണ് കൃഷ്ണൻ പോകുന്നത്. അതായത് കൃഷ്ണനും രുക്മിണിയും തമ്മിൽ സ്നേഹത്തിലാണ്. എന്നാൽ ആ രാജാവിൻ്റെ പുത്രിക്ക് വേറെ വിവാഹം ഓൾറെഡി നിശ്ചയിച്ച് വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഈ സമയത്ത് രുക്മിണി കൃഷ്ണന് ഒരു രഹസ്യ സന്ദേശം അയക്കുകയും അതുമൂലം ആരും മനസ്സിലാകാത്ത രീതിയിൽ അങ്ങോട്ട് ചെല്ലണമെന്ന് പറയുകയും ചെയ്യുന്നു. അർജുനൻ ബൃഹന്തളയുടെ വേഷത്തിലും കൃഷ്ണൻ ഒരു ഗോപാലകൻ്റെ വേഷത്തിലും വിദർഭയിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് അർജുനൻ കൃഷ്ണൻ്റെ അടുത്ത് രുക്മിണിയെ കൊണ്ടുപോവുകയാണ്. അതിനുശേഷം അവരൊരു ക്ഷേത്രത്തിലെത്തി അവിടെ അവർ വിവാഹം നടക്കുകയും ചെയ്യും. ആ സമയം രുക്മി വന്ന് കൃഷ്ണനെ യുദ്ധത്തിൽ വെല്ലുവിളിക്കും. ഇപ്പോൾ കൃഷ്ണൻ യുദ്ധത്തിൽ രുക്മിയെ പരാജയപ്പെടുത്തുകയും എന്നാൽ രുക്മിണിയുടെ നിർദ്ദേശപ്രകാരം രുക്മിയുടെ ജീവൻ വെറുതെ ദാനമായി നൽകുകയും ചെയ്തു. അതിനുശേഷം മഹാഭാരതത്തിൽ സംഭവിക്കുന്നത് പാണ്ഡവർ അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അതിനുശേഷം അവർ ബ്രാഹ്മണരുടെ വേഷത്തിലാണ്. ഈ സമയം പാഞ്ചാല നടേശനായ ദ്രുപദൻ തനിക്കൊരു പുത്രനെ കിട്ടാൻ വേണ്ടി യാഗം നടത്തുകയും ആ യാഗത്തിൽ ഒരു പുത്രനെയും ദേവന്മാരുടെ പ്രീതിയുടെ ഫലമായി ഒരു പുത്രിയെയും കിട്ടുകയാണ്. ആ പുത്രിയാണ് ദ്രൗപദി. ദ്രൗപദിയുടെ ജനനത്തെപ്പറ്റി ശ്രീകൃഷ്ണൻ അറിയാമായിരുന്നു. പിന്നെ നടക്കുന്നത് ദ്രൗപദിയുടെ സ്വയംവരമാണ്. ആ സ്വയംവര സമയത്ത് കൃഷ്ണൻ അവിടെ സന്നിഹിതനായിരുന്നു. ഈ സമയം വേഷം മാറിയെത്തിയ പഞ്ചപാണ്ഡവരിൽ അർജുനനോട് മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കൃഷ്ണനാണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ അതിനുശേഷം അർജുനൻ വീട്ടിലോട്ട് ചെല്ലുകയും അവിടെ ചെന്ന് കുന്തി മാതാവിനോട് പറയുകയുമാണ്. അതായത് അർജുനന് വലിയൊരു ദാനം കിട്ടിയെന്ന് എല്ലാ പാണ്ഡവരും കൂടിയാണ് പറയുന്നത്. അപ്പോൾ കുന്തി പറയും, ആ ദാനം നിങ്ങളെല്ലാവരും കൂടി വീതിച്ചെടുക്കണമെന്ന്. അത് ശരിക്കും ഉദ്ദേശിക്കുന്നത് കന്യാദാനത്തെ ആയിരുന്നു. എന്നാൽ കുന്തിക്ക് അത് മനസ്സിലായില്ല. കുന്തിയുടെ ആജ്ഞ അനുസരിച്ച് പഞ്ചപാണ്ഡവർക്ക് 5 പേർക്കും പാഞ്ചാലിയിൽ തുല്യ അവകാശമായി പോവുകയാണ്. അതായത് വേറെ വഴിയില്ല. അവർ 5 പേരും പാഞ്ചാലി വിവാഹം കഴിക്കേണ്ട ഗതികേടുണ്ടാവുകയാണ്. അങ്ങനെ അവരുടെ വിവാഹം നടക്കുകയാണ്. അതിനുശേഷം പാണ്ഡവർ തിരിച്ച് ഹസ്തിനപുരത്തേക്ക് പോവുകയാണ്. മഹാഭാരത കഥ പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അത് വളരെ ഷോർട്ടാക്കിയാണ് പറയുന്നത്. പാണ്ഡവർ ഹസ്തിനപുരത്തിലേക്ക് ചെന്ന ശേഷം ചില പ്രത്യേക കാരണങ്ങളാൽ ഹസ്തിനപുരം 2ആയി വിഭജിക്കാൻ തീരുമാനിക്കുകയും പാണ്ഡവർക്ക് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന രാജ്യം കൊടുക്കുകയും ചെയ്യുകയാണ്. ആ രാജ്യത്തെ
സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടിയിട്ട് പാണ്ഡവർക്ക് രാജസൂയ യാഗം നടക്കേണ്ടി വരുവാണ്. ആ രാജസൂയ യാഗത്തിൽ ജരാസന്ധനെ പരാജയപ്പെടുത്തുന്ന സമയത്ത് എങ്ങനെ ജരാസന്ധനെ വധിക്കണമെന്ന് ഭീമന് കാണിച്ചു കൊടുക്കുന്നത് ശ്രീകൃഷ്ണനാണ്. പിന്നെ അതിനുശേഷം സംഭവിക്കുന്നത് ചൂതുസഭയാണ്. ചൂതുസഭയിൽ ദ്രൗപദിയുടെ മാനത്തിന് ക്ഷതമുണ്ടാക്കുന്ന രീതിയിൽ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം തടയുന്ന സമയത്ത് കൃഷ്ണൻ അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കുകയാണ്. അതായത് തൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന തുണി അഴിച്ചു മാറ്റുകയും അങ്ങനെ അത് ദ്രൗപദിക്കുള്ള വസ്ത്രമായി മാറുകയും അങ്ങനെ ദ്രൗപദിയുടെ മാനം ശ്രീകൃഷ്ണൻ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ചൂതുസഭയ്ക്ക് ശേഷം പാണ്ഡവർ 12 കൊല്ലത്തെ വനവാസത്തിനും 1 കൊല്ലത്തെ അജ്ഞാതവാസത്തിനും വേണ്ടി അയക്കുകയാണ്. ഈ സമയം ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ അഭിമന്യുവിനെ എന്ന് പറയുന്ന അർജുനൻ്റെ പുത്രന് ശിക്ഷണവും വിദ്യയും എല്ലാം പറഞ്ഞു കൊടുത്ത് അവനെ നല്ലൊരു ആയുധാഭ്യാസിയാക്കി മാറ്റുകയാണ്. അർജുൻ്റെ സുഭദ്രയുടെയും പുത്രനാണ് അഭിമന്യു. അഭിമന്യുവിനെ വളരെ മികച്ചൊരു യോദ്ധാവാക്കി ഈ സമയം കൊണ്ട് കൃഷ്ണൻ മാറ്റുന്നുണ്ട്. അതിനുശേഷം അജ്ഞാതവാസത്തിന് ശേഷം പാണ്ഡവർ തിരിച്ചു വന്ന് രാജ്യം ആവശ്യപ്പെടുകയാണ്. എന്നാൽ കൗരവർ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ അത് കുരുക്ഷേത്ര യുദ്ധത്തിനുള്ള കാരണമാവുകയാണ്. അപ്പോൾ കുരുക്ഷേത്ര യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ്റെ സഹായം കിട്ടാൻ വേണ്ടിയിട്ട് ദുര്യോധനും അർജുനനും ശ്രീകൃഷ്ണനെയും ബലരാമനെയും കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അവിടെ ആദ്യം എത്തുന്നത് ദുര്യോധനാണ്. അവരുടെ അവസ്ഥ ബലരാമനോട് പറയും. ബലരാമൻ പറയും, ഈ യുദ്ധത്തിൽ ഞാനോ ശ്രീകൃഷ്ണനോ ദ്വാരകയുടെ സൈന്യമോ പാണ്ഡവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യില്ലെന്ന് പറയും. എന്നാൽ പിന്നീട് ബലരാമനോട് കൃഷ്ണൻ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും. അപ്പോൾ ബലരാമൻ ദുര്യോധനോട് പറയും, ഞാൻ നിങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നതല്ല, ഞാൻ 2 പക്ഷത്തും ചേരത്തില്ല. ദ്വാരകയുടെ സൈന്യത്തിനെ ശ്രീകൃഷ്ണൻ്റെയും കാര്യം ശ്രീകൃഷ്ണൻ പറയുകയാണ്. അതിനുശേഷം ദുര്യോധനാണ് ആദ്യം ശ്രീകൃഷ്ണൻ്റെ അടുത്ത് ചെല്ലുന്നത്. പക്ഷേ ദുര്യോധനൻ ശ്രീകൃഷ്ണൻ്റെ ശിരസിൻ്റെ സൈഡിൽ ആസനസ്ഥനായി. എന്നാൽ അർജുനൻ പിന്നീടാണ് ചെല്ലുന്നത്. അർജുനൻ കാലിൻ്റെ പാദത്തിൻ്റെ സമീപത്താണ് ആസനസ്ഥനായത്. കൃഷ്ണൻ ഉറക്കത്തിലായിരുന്നു. കൃഷ്ണൻ ഉറക്കത്തിൽ നിന്ന് എണീക്കും. അപ്പോൾ ആദ്യം കാണുന്ന അർജുനനെയാണ്. അപ്പം അർജുനനോട് പറയും, ഈ യുദ്ധത്തിൽ ഞാനും എൻ്റെ സൈന്യവും 2 പക്ഷത്ത് നിന്നായിരിക്കും യുദ്ധം ചെയ്യുക. ഞാൻ യുദ്ധത്തിൽ ആയുധം ഉപയോഗിക്കില്ലെന്നും അർജുനനോട് കൃഷ്ണൻ പറയുകയാണ്. അപ്പം നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഒരാളെ തിരഞ്ഞെടുക്കാമെന്ന് പറയും. ഒന്നെങ്കിൽ നിരായുധനായ എന്നെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ദ്വാരകയുടെ ശക്തമായ സൈന്യത്തെ തിരഞ്ഞെടുക്കാമെന്ന് പറയും. അർജുനനാണ് ആദ്യ അവസരം കൊടുക്കുന്നത്. അപ്പം ദുര്യോധനൻ അതിനെ എതിർക്കുന്നുണ്ട്. ഇത് പക്ഷപാതമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ കൃഷ്ണൻ പറയും, അർജുനെയാണ് ഞാൻ ഉറക്കമുണർന്നപ്പോൾ ആദ്യമായി കണ്ടത്, അതുകൊണ്ട് ആദ്യ അവസരം അർജുനന് കൊടുക്കുകയാണ്. അർജുനൻ പറയും, എനിക്ക് വേണ്ടത് ശ്രീകൃഷ്ണനെയാണെന്ന് പറയും. എന്നാൽ ദുര്യോധനൻ അതിൽ സംപ്രീതനായിരുന്നു. ദുര്യോധനൻ പറയും, നീ ഒരു മണ്ടത്തരമാണ് കാണിച്ചത്. ഇത്രയും ശക്തമായൊരു സൈന്യത്തിന് വരെ നിരായുധനായ ഒരു വ്യക്തിയെടുത്ത മണ്ടത്തരം നീ കാണിച്ചു. അതിന് മറുപടിയായി അർജുനൻ പറയും, അമൃതെടുത്തൊരു സ്വർണ്ണ ചഷകത്തിൽ വെച്ചാലും മൂല്യം എപ്പോഴും അമൃതിന് തന്നെയായിരിക്കും, ഒരിക്കലും ചഷകത്തിനുണ്ടാവുകയില്ലെന്ന്. അതിനുശേഷം യുദ്ധത്തിന് മുമ്പ് പാണ്ഡവരുടെ എൻവോയി ആയിട്ട്, അതായത് യുദ്ധം തടയാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ദൂതനായിട്ട് കൃഷ്ണനെ അയക്കുന്നുണ്ട്. എന്നാൽ കൗരവർ കൃഷ്ണൻ വയ്ക്കുന്ന ഡിമാൻഡുകളൊന്നും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അത് കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് നയിക്കുകയാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ്റെ സാരഥിയായിട്ടാണ് കൃഷ്ണൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. അതായത് അർജുനൻ്റെ രഥത്തിൻ്റെ സാരഥിയായിട്ട്. അത് അർജുനൻ്റെ മനസ്സിൻ്റെ കൂടി സാരഥിയാകാനാണെന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. യുദ്ധത്തിന് തൊട്ടു മുമ്പ് അർജുനന് മനംമാറ്റം ഉണ്ടാകുന്നുണ്ട്. ഈ സമയം കൃഷ്ണൻ അർജുനന് ഗീതോപദേശം നൽകിക്കൊണ്ട് ധർമ്മത്തിൻ്റെ യഥാർത്ഥ ജ്ഞാനം അർജുനന് നൽകുന്നുണ്ട്. കൃഷ്ണൻ്റെ സഹായം ഉള്ളതുകൊണ്ട് മാത്രമാണ് പാണ്ഡവർ യുദ്ധം ജയിക്കുന്നത്. അതായത് കഥ എല്ലാവർക്കും അറിയാം. പാണ്ഡവർ അവസാനം യുദ്ധത്തിൽ വിജയിക്കുകയാണ്. യുദ്ധത്തിൽ ഒരുപാട് ചതിപ്രയോഗങ്ങളുണ്ടായി. കൃഷ്ണൻ്റെ തന്ത്രങ്ങളാണ് പാണ്ഡവരുടെ വിജയത്തിലേക്ക് നയിച്ചത്. ഈ കാരണത്താൽ, അതായത് യുധിഷ്ഠിരനെ രാജാവാക്കുന്ന സമയത്ത് ഗാന്ധാരി കൃഷ്ണനെ ശപിക്കുകയാണ്. എനിക്ക് 100 പുത്രന്മാരുണ്ടായിരുന്നു, 100 പേരെ നഷ്ടപ്പെട്ടു. അതുപോലെ നീയും നിന്റെ വംശവും നശിച്ചു പോകുമെന്നും യാദവരുടെ കുലത്തിന് സർവനാശം ഉണ്ടാകുമെന്നും അവസാനം ഒരു വേടൻ്റെ അമ്പേറ്റ് കൃഷ്ണൻ മരിക്കുമെന്നും ഗാന്ധാരി കൃഷ്ണനെ ശപിക്കുകയാണ്. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ഗാന്ധാരിയുടെ ശാപം പ്രാബല്യത്തിൽ വരികയാണ്. യാദവർ ഗാന്ധാരിയുടെ ശാപം അനുസരിച്ച് അന്യോന്യം ആക്രമിച്ച് പരസ്പരം യാദവരുടെ കുലം തന്നെ നശിക്കുകയാണ്. യാദവ വംശത്തിൻ്റെ നാശത്തിന് ശേഷം കൃഷ്ണൻ പ്രഭാസ് ക്ഷേത്രത്തിനടുത്തുള്ള വനത്തിലേക്ക് പിൻവാങ്ങി. അവിടെ അദ്ദേഹം ധ്യാനിക്കുകയും തൻ്റെ ഭൗതിക ദൗത്യത്തിൻ്റെ സമാപനത്തിന് തയ്യാറെടുക്കുകയും ചെയ്തു. ഒരു ദിവസം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുമ്പോൾ കൃഷ്ണനെ ജാര എന്ന വേട്ടക്കാരൻ തെറ്റായി വെടിവെച്ചു. ജാരൻ്റെ അസ്ത്രം കൃഷ്ണൻ്റെ ശരീരത്തിലെ ഒരേ ഒരു ദുർബലമായ ഭാഗത്തെ, അതായത് പാദത്തിൽ തട്ടി. തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ ജാര ക്ഷമാപണത്തിനായി അപേക്ഷിച്ചു. എന്നാൽ കൃഷ്ണൻ അവനെ ആശ്വസിപ്പിച്ചു. അവൻ്റെ മരണം മുൻകൂട്ടി നിശ്ചയിച്ചതാണെന്നും ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്നും വിശദീകരിച്ചു. കൃഷ്ണൻ തൻ്റെ മർത്യ ശരീരം ഉപേക്ഷിച്ച് തൻ്റെ ഭൗതിക അവതാരത്തിൻ്റെ അവസാനത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് തൻ്റെ സ്വർഗീയ വസതിയായ വൈകുണ്ഠത്തിലേക്ക് ആരോഹണം ചെയ്തു.